ശബരിമലയിലെ തിരക്ക് പൂർണ്ണമായും നിയന്ത്രിച്ചുവെന്ന് ADM അരുൺ എസ് നായർ ജനം ടിവിയോട്. ശബരിമല അവലോകന യോഗത്തിന് ശേഷമായിരുന്നു പ്രതികരണം. ശുചിമുറികൾ കൃത്യമായി വൃത്തിയാക്കാനുള്ള നടപടികൾ സ്വീകരിക്കും. ഇതുവരെ ഉയർന്നുവന്ന പരാതികൾ എല്ലാം പരിഹരിക്കുമെന്നും ജനം ടിവിയോട് അദ്ദേഹം പ്രതികരിച്ചു. മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിച്ചതിന് ശേഷമുള്ള രണ്ടാമത്തെ അവലോകന യോഗമാണ് ശബരിമല സന്നിധാനത്ത് നടന്നത്. ശബരിമല ADM അരുൺ എസ് നായർ IASന്റെ നേതൃത്വത്തിലായിരുന്നു ഈ യോഗം നടന്നത്. എന്തായാലും ഏറ്റവും സുപ്രധാനമായ ഘട്ടത്തിലൂടെയാണ് സന്നിധാനം കടന്നു പോകുന്നത്. കാരണം തിരക്ക് നിയന്ത്രണങ്ങളൊക്കെ തന്നെ വലിയ പ്രശ്നമായി പ്രതിസന്ധിയായി നിൽക്കുന്ന ഈ സമയത്തായിരുന്നു അവലോകന യോഗം. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ തിരക്ക് നിയന്ത്രണം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവ വികാസങ്ങൾ, ആ പ്രശ്നങ്ങളൊക്കെ തന്നെ വിശദമായി ചർച്ച ചെയ്തു. എന്താണ് മുന്നോട്ട് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു തീരുമാനങ്ങൾ? സന്നിധാനത്ത് ഇന്ന് നടന്ന ഒരു ഹൈ ലെവൽ അവലോകന യോഗത്തിൽ നമ്മുടെ ദേവസ്വം ബോർഡിലെയും ഇവിടെയുള്ള മുഴുവൻ സർക്കാർ ഡിപ്പാർട്ട്മെൻറ്റുകളിലെയും ഉന്നത ഉദ്യോഗസ്ഥർ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ തീർത്ഥാടന കാലം അതിൻ്റെ 4ാമത്തെ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ തുടക്കത്തിലെ 1-2 ദിവസങ്ങളിൽ ഉണ്ടായിരുന്ന പോരായ്മകൾ ഉൾപ്പെടെ വിശദമായിട്ടുള്ള ചർച്ചകൾ നടത്തി. വളരെ പോസിറ്റീവായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് എല്ലാ ഓഫീസർമാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ശബരിമലയിൽ നിലവിൽ നമ്മുടെ തീർത്ഥാടനം പൂർണ്ണമായും നമ്മുടെ നിയന്ത്രണത്തിലാണ്. ഭക്തർക്ക് കൃത്യമായിട്ട് തന്നെ സമയബന്ധിതമായിട്ടുള്ള ഒരു സുരക്ഷിതമായിട്ടുള്ള ദർശനം ഉറപ്പാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ മെച്ചപ്പെട്ട ദർശനം ഒരുക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ വിവിധ വകുപ്പുകളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ട്. അതിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ ആരോഗ്യ വകുപ്പ്, അതുപോലെ ദേവസ്വം ബോർഡ് തുടങ്ങിയ വകുപ്പുകളുടെ ഭാഗത്ത് നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കാനുള്ള ഒരു സജ്ജീകരണം കൂടി നമ്മുടെ ഇന്നത്തെ യോഗത്തിൽ തീരുമാനമെടുത്തിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം നമ്മുടെ സ്പോട്ട് ബുക്കിംഗ് ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ 5000 ആയിട്ട് കുറച്ചിട്ടുണ്ട്. അപ്പോൾ ഭക്തരോട് പറയാനുള്ളത്, തീർച്ചയായിട്ടും നിങ്ങൾ വിർച്വൽ ക്യൂ എടുത്തിരിക്കുന്ന കൃത്യമായ ദിവസങ്ങളിൽ അതേ സമയബന്ധിതമായിട്ട് തന്നെ ശബരിമലയിലേക്ക് ദർശനം നടത്താനുള്ള ഒരു തീരുമാനം നടത്തുക. സ്പോട്ട് ബുക്കിംഗ് തീരുന്ന മുറയ്ക്ക് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ, ഭക്തർക്ക് വെയിറ്റ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങൾ നിലയ്ക്കൽ നമ്മൾ ഒരുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ബുദ്ധിമുട്ടുകളില്ലാതെ തന്നെ ലഭ്യമാകുന്ന ടൈം സ്ലോട്ടുകൾ, വളരെ തൊട്ടടുത്ത ടൈം സ്ലോട്ടിൽ തന്നെ സ്പോട്ട് ബുക്കിംഗ് ലഭ്യമാക്കി ഭക്തർക്ക് ദർശനം നടത്താനായിട്ട് സാധിക്കും. അതോടൊപ്പം നീലിമല അപ്പാച്ചിമേട് കയറി വരുന്ന ഭക്തർക്ക് കുടിവെള്ളം, അതുപോലെ ബിസ്ക്കറ്റുകൾ. അതാണ് ഏറ്റവും വലിയൊരു പ്രതിസന്ധിയായിട്ട്. കഴിഞ്ഞ ദിവസമൊക്കെ തന്നെ ഭക്തർ അതുപോലെ വലിയ രീതിയിലുള്ള വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. ഈ ക്യൂ കോംപ്ലക്സുകളിലേക്കും അവിടെയൊക്കെ തന്നെ വലിയ പ്രതിസന്ധികൾ ഉണ്ടാകുന്നു. വെള്ളം കിട്ടാത്തൊരവസ്ഥ വരുന്നു. ആ ഒരു പ്രശ്നത്തിൽ അടിയന്തരമായ ഒരു പരിഹാരം കാണേണ്ടത്. പരിഹാരം കണ്ടിട്ടുണ്ട്. മരക്കൂട്ടം മുതൽ മുകളിലേക്കുള്ള മുഴുവൻ സ്ട്രെച്ചിലും നമ്മളിപ്പോൾ കുടിവെള്ള വിതരണം പൂർണ്ണ തോതിലായിട്ടുണ്ട്. ബിസ്ക്കറ്റുകളുടെ പാക്കറ്റുകളും നമുക്ക് ഇതേ സ്ഥലങ്ങളിൽ ഡിപ്ലോയ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ദേവസ്വം ബോർഡിൻ്റെ 400 വോളണ്ടിയേഴ്സ്, ഒരു സമയം 189 വോളണ്ടിയേഴ്സ് എന്നുള്ള രീതിയിൽ ഈ എൻറ്റയർ സ്ട്രെച്ചിലും ഡേ ആൻഡ് നൈറ്റ് അവർ ഈ കുടിവെള്ള വിതരണവും ബിസ്ക്കറ്റുകളുടെ ഡിസ്ട്രിബ്യൂഷനും ഉറപ്പാക്കുന്നതായിരിക്കും. ക്യൂ കോംപ്ലക്സുകളുടെ ടോയ്ലറ്റുകൾ ഉൾപ്പെടെയുള്ള പല വർഷങ്ങളിലും നമ്മൾ കംപ്ലൈൻറ്റ് കേൾക്കുന്നതാണ് ടോയ്ലറ്റുകളുടെ ശുചീകരണത്തിന് വേണ്ടിയിട്ട്. അതിനെ 11 സ്ട്രെച്ചുകളായി തിരിച്ചുകൊണ്ട് സൂപ്പർവൈസേഴ്സിനെ നമ്മൾ നിയമിച്ചു കഴിഞ്ഞു. അവരുടെ ടോയ്ലറ്റ് ക്ലീനിങ് ഉൾപ്പെടെ ഒരു 24/7 കൺട്രോൾ ചെയ്യുന്ന രീതിയിൽ ഏതെങ്കിലും തരത്തിലുള്ള പോരായ്മകൾ ആരെങ്കിലും ശ്രദ്ധയിൽപ്പെടുത്തിയാൽ അത് ആ കൃത്യസമയത്ത് തന്നെ പരിഹരിക്കുന്ന രീതിയിൽ നമ്മളൊരു ക്ലീനിങ് ഡ്രൈവ് നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ വിശുദ്ധി സേനയുടെ പ്രവർത്തനവും പൂർണ്ണ തോതിലായിട്ടുണ്ട്. നമ്മുടെ ക്ലീനിങ്, അതിപ്പോൾ സന്നിധാനവും പരിസരവും കാണുമ്പോൾ തന്നെ മനസ്സിലാകും, വലിയ തോതിലുള്ള മാലിന്യങ്ങളൊന്നും തന്നെ നമുക്കിപ്പോൾ ഇല്ല. അതും കൃത്യമായിട്ടും സമയബന്ധിതമായിട്ടും നീക്കം ചെയ്തുകൊണ്ട് ഒരു ശുചിത്വപൂർണ്ണമായിട്ടുള്ള ഒരു സീസൺ കൂടിയാണ് നമ്മളിപ്പോൾ ആലോചിക്കുന്നത്. തീർച്ചയായും അത് തന്നെയാണ്. എന്തായാലും തീർത്ഥാടകർ കഴിഞ്ഞ ദിവസം അനുഭവപ്പെട്ട ആ ബുദ്ധിമുട്ടുകൾക്കൊക്കെ തന്നെ പരിഹാരം കാണാനുള്ള ഒരു നടപടികളാണ് ഇന്നത്തെ അവലോകന യോഗത്തിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. അതൊക്കെ തന്നെ പ്രായോഗിക തലത്തിലേക്ക് എത്രയും വേഗം നടപ്പാക്കുമെന്നാണ് ഇന്നത്തെ യോഗം എടുത്ത തീരുമാനം.